വെക്കുമ്പോൾ കറക്റ്റ്ലി ഇത് തിരിയുമ്പോൾ നമ്മുടെ ബോഡി തിരിയല്ലേ. എന്നിട്ട് ഇത് ഫുൾ തിരിഞ്ഞ് ചെറിയ വിരലിൻ്റെ അവിടെ വെച്ചിട്ട് ബോഡി ഇങ്ങനെ വരാൻ പാടില്ല, സ്ട്രൈറ്റ്. ഈ ഹിപ്പ് ഓപ്പൺ ആവണം. ഈ കാലിൻ്റെ മുട്ട് കുറച്ചുകൂടി, ഈ 2 കാൽമുട്ട് നേരെയിരിക്കണം കണ്ടോ. അപ്പം നമ്മൾ സ്ട്രൈറ്റ് ആയില്ലേ, അങ്ങനെ വേണം ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ചെയ്യും ഫ്രണ്ടിലേക്ക്. തെയ്യും കാല് ഇവിടെ മുട്ടട്ടെ, ഇവിടെ മുട്ടണം. നമ്മൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പാടില്ല. കാല് തിരിച്ചിട്ട് ഇതാണ് തെയ്യും തെയ്യും ജം സമപാദം ഈ കാൽപാദം താഴ്ത്തിക്കുക. മുട്ട് തിരിയട്ടെ, മുട്ട് ഫുൾ തിരിയണം. ഫുൾ തിരിഞ്ഞ് ഇതിനാണ് നമ്മൾ ബട്ടർഫ്ലൈ എക്സർസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിയും കണ്ടു. തിരിയട്ടെ തിരിയട്ടെ. ഇപ്പോഴും ശരിയായിട്ടില്ല മുഴുവൻ. അത് നമ്മൾ പത്മാസനൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ മുട്ട് 2 സൈഡിലും മുട്ടണം. അപ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ. മുഴുമണ്ടി പൊസിഷൻ. നമ്മുടെ ആൾക്കാർക്ക് ധൃതിയാണ്, തിരക്കാണ്. ഇനി ഇതിൻ്റെ കാല് ശരിയാക്കാൻ 1 മാസം കൊടുക്കണ്ട. ആ സമയത്ത് തെയ്യും ഇങ്ങനെ ചെയ്യാമെന്ന് വയ്ക്കും. അതായത് ഇങ്ങനെ എടുക്കണ്ട. തെയ്യും തെയ്യും 8ാമത്തെ നാട്ടോട് കഴിഞ്ഞു താതെ ഇത് തുടങ്ങാന്ന് പറയും. അല്ല, ഈ ഇരിക്കേണ്ടത് ശരിയാവാൻ 1 മാസം എടുത്താൽ 1 മാസം തന്നെ എടുക്കണം ശരിയാവാൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു, ഇത് തിരിഞ്ഞില്ല. ആ തിരിയണ വരെ നമ്മൾ ടൈം കൊടുക്കണം. അതിനുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കണം. മനസ്സിലായി? അല്ല, കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നാലോ വൃത്തിയേടല്ലേ. അതാ ചെയ്യുമ്പോൾ മുഴുവണ്ടി പൊസിഷനിലേക്ക് ഇരുന്നു. മുഴുവണ്ടി കാല് തിരിച്ചു വയ്ക്കണം. മുട്ട് പുറത്തേക്ക് അയക്കണം. ഓക്കെ, നേരെ ഇരിക്കണം. വീണ്ടും എണീക്കുമ്പോൾ നമ്മുടെ ബാലൻസ് പോകരുത്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോകരുത്. മനസ്സിലായി? നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇരിക്കല്ലേ, അവിടെ നേരെ വരണം. ചെയ്യരുത്. കാല് തിരിച്ചു തെയ്യും തെയ്യും ശ്രമിച്ച് ശരി. തെയ്യും റൈറ്റ് ചെയ്യൂ. തെയ്യും 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 തെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ ചവിട്ടുന്നു. ഒരുപാട് ഇതാവരുത്. ജസ്റ്റ് ഏത് കാലമാണോ ഫസ്റ്റ് നമ്മൾ മുന്നിലേക്ക് നാട്ടിയെടുത്തത് ആ കാലമായിരിക്കും മടക്കി വയ്ക്കുക. അപ്പോൾ അത് മടക്കി വയ്ക്കുന്നത് എന്താ ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് കാലമായിരിക്കും ചവിട്ടേണ്ടത്. അത് ഓർത്താൽ മതി. ഏത് കാലമാണോ മടക്കേണ്ടത്, നാട്ടിയത് ആ കാലമായിരിക്കും മടക്കുക. ലാസ്റ്റ് ലെഫ്റ്റ് ചവിട്ടി റൈറ്റ് മടക്കും. ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ചവിട്ടിയിട്ട് ലെഫ്റ്റ്. അതങ്ങനെ ഓരോന്നും ഓർത്ത് വെച്ചാൽ പിന്നെ ഈസിയാണ്. മനസ്സിലായോ? താതേത് ചെയ്യും. താതേതെന്ന് പറഞ്ഞാൽ നമ്മൾ ബെൻഡിങ് അല്ല, ആക്ച്വലി ലീനിങ് എന്ന് പറയില്ലേ. നമ്മൾ കുറച്ച് ഒഴുകിപ്പോണ പോലെയാണ് അടവ്. സോഫ്റ്റ് അടവാണ്, സോഫ്റ്റ്. അപ്പം അത് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യരുത്. ഇത് നല്ല ഭംഗിയെടുത്ത ആ കറക്റ്റ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ പൊസിഷനാണ് ആയതം. അവിടുന്ന് നമ്മൾ പ്രേരിതം വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കരുത്. കറക്റ്റ് കണ്ടോ? ഈ 2 മുട്ടും ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായി? അത് സോഫ്റ്റ് ആയിരിക്കണം. ഈ അടവ് നമ്മൾ വന്നിപ്പോൾ അതൊക്കെ പ്രൗഡ് അടവുകളാണ്. തെയ്ഹിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഗാംഭീര്യത്തോടെ ചെയ്യും. അതിൽ തന്നെ 2 ഇത് ചെയ്യും. തെയ്ഹ ചെയ്യുന്ന പോലെയല്ല തെയ്ഹി. 2നും 2 ടൈപ്പായിട്ടാണ് വരിക. നമ്മൾ ചെയ്യണം. ഓരോന്നിനും ചെയ്യേണ്ട അങ്ങനെയുണ്ട്. സോഫ്റ്റായിട്ട് ചെയ്യണം, സോഫ്റ്റായിട്ട് ചെയ്യണം. അപ്പം നമ്മൾ തട്ടത്തരിക്കെടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അത് തെയ് അങ്ങനെ സോഫ്റ്റായിട്ട് പോകും. ചെയ്യും. തെയ് 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 ഇത് അമർത്തി ചവിട്ട. തെയ് 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 തെയ്. ഇനി അവിടെ നിന്ന് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. തെയ് 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 പൊന്താനെ പോലെ തെയ് തെയ്
തെയ് തെയ് നമ്മൾ ഒരു അടവ് എപ്പോഴും കഴിഞ്ഞ ദിവസം ഇപ്പോൾ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം ക്ലാസ് റൂം അവളും ഇതുപോലെ തന്നെ എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഞങ്ങളുടെ അത് കറക്റ്റാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റാമിന വേണം ഒരടവ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ എണീക്കാൻ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എത്രയോ കറക്റ്റാണ് കാരണം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് സംസാരം മുറിച്ചിട്ടാ ശരി എന്നാൽ ബാക്കി നിനക്ക് പറയാമല്ലോ പിന്നെ കേൾക്കാട്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊരാളോട് പറയുമ്പോൾ കൃഷ്ണജ സുഖമല്ലേ കൃഷ്ണജ പറയാം മിസ്സേ ഞാൻ എന്നാൽ ശരി കേട്ടോ ഇതാണ് നമ്മളൊരു അടവ് പകുതിക്ക് നിർത്തി പോവാന്ന് പറഞ്ഞാൽ ഒരു അടവിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്ത പോലെയാണിത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വേദന വന്നാലും സ്റ്റാമിന കുറഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യുക ഒത്തിരി വേദനയൊക്കെ ചെയ്യേണ്ട വന്നാലും ഫുള്ളാക്കണം അല്ലാതെ നമ്മൾ ഇത്ര ആകുമ്പോഴേക്കും പിന്നെ രണ്ടെണ്ണം കഴിയുമ്പോൾ അടുത്തതിന് മറ്റുള്ളവർ കളിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ ചെയ്യരുത് കംപ്ലീറ്റ് ചെയ്യണം അപ്പം നമ്മളൊരു അടവ് സോഫ്റ്റ് ആണോ നല്ല ഹെവി ആയിട്ട് ചെയ്യണോ ഡാൻസും അങ്ങനെയാണ് ഇപ്പം നമ്മൾ അഭിനയ പ്രാധാന്യമുള്ള ഒരു സാധനം ചെയ്യണ പോലെയല്ല ഒരു ജതി ചെയ്യാം മനസ്സിലായില്ലേ ഒരു സ്വരങ്ങൾ ചെയ്യുന്നത് വേറെ ടൈപ്പായിരിക്കും ജതികൾ ചെയ്യണ വേറെ ടൈപ്പായിരിക്കും ഒരു അഭിനയമുള്ളത് ചെയ്യണ വേറെ ടൈപ്പായിരിക്കും അല്ലേ അപ്പോൾ നമ്മളങ്ങനെയല്ലേ ആൾക്കാരോട് സംസാരിക്കുന്നതും ദേഷ്യത്തിൽ സംസാരിക്കുന്നതും സ്വീറ്റായിട്ട് സംസാരിക്കുന്നതും ഓരോന്നും ഓരോ ആ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പം നമ്മൾ ചെയ്യുന്ന അടവ് എന്താണെന്ന് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം ഇതിനിങ്ങനെ ഇരിക്കണം ഈ മണ്ഡലങ്ങളുണ്ട് ഇത് നന്നായിട്ട് എനർജി കൊടുത്ത് ചെയ്യണം ഇത് കുറച്ച് ലാസ്റ്റിയുള്ള അടവാണ് അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിച്ചത് ക്ലീനാണ് ആ മനസ്സിലാക്കലില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കാണാപ്പടം പഠിക്കണം അത് ചെയ്യുന്നത് ഒരടവുള്ളെങ്കിൽ വൃത്തിയായിട്ട് പഠിക്കണം പിന്നെ അടുത്ത് എന്തെങ്കിലും മനസ്സിലാവാനുണ്ട് ഇപ്പം ചോദിക്കും പറഞ്ഞുതരും ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ താത്തയിട്ട് ഇത് അടവ് കംപ്ലീറ്റ് ആദ്യകാലം സെറ്റ് ചെയ്തിരിക്കുന്ന ആദ്യകാലത്തിൽ 4 എണ്ണം ഉള്ളത് ഫസ്റ്റാണ് നമ്മൾ പഠിച്ചത് എന്തെങ്കിലും സംശയമുണ്ടോ വാം ഡൗൺ ചെയ്ത് അതെ പരവലടവ് പരവലടവ് എന്ന് പറയാം എന്താ വെച്ചാൽ സ്പ്രെഡ് ചെയ്യുക എന്നാണ് അതായത് നമ്മൾ ആ ഭാഗം മൊത്തം കവർ ചെയ്ത പോലത് ഇങ്ങനെ ശരിക്കും എടുത്തിട്ട് നിന്നെടുത്ത് നിന്നല്ല കളിക്കുന്നത് നീങ്ങല്ലേ മൂവിങ് ഉള്ളതാണ് അടവ് എപ്പോഴും ഈ സമയത്ത് നമ്മളിപ്പോൾ തത്തൈതാഹ അടവൊക്കെ അല്ലെങ്കിൽ നമ്മൾ തട്ടടവൊക്കെ അവിടെ നിന്നല്ലേ ചെയ്യണേ ചില അടവുകൾ മൂവ് ചെയ്ത് പോകും അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ തട്ടടവ് നട്ടടവ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇതിൽ ഈ പേരാന്ന് വെച്ചാൽ ചില ബാണികളിൽ വേറെ പേരുകളുണ്ട് കേട്ടോ ചില അടവുകൾക്ക് ഇതിനെല്ലാം ഞാൻ പറയാം ചില അടവ് നമ്മൾ കോർവേ അടവ് എന്ന് പറഞ്ഞ് ചെയ്യണ നമ്മുടെ ബാണി ചെയ്യേണ്ടതല്ല വേറൊരു ബാണിയിലെ അടവ് ഉണ്ടാവുക അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കുന്നതിൻ്റെ ചേഞ്ച് അനുസരിച്ചിട്ട് നമ്മളത് പതുക്കെ നമ്മളിപ്പോൾ ഒരു വിനിയോഗം പഠിക്കുമ്പോൾ എന്താ വിനിയോഗം എന്ന് വെച്ചാൽ ആ മുദ്ര കൊണ്ട് അല്ലെങ്കിൽ ആ ഹസ്തം കൊണ്ട് മുദ്ര കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നതാണ് ആ മുദ്രയുടെ ഉപയോഗങ്ങൾ അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും ശ്ലോകം പഠിക്കണം ആദ്യം അത് കാണാപ്പാടം തന്നെ പഠിക്കണം കാരണം നമ്മൾ മുദ്രയുടെ വിനിയോഗം ചെയ്യുമ്പോൾ നാട്യ ആരംഭേ വാരി വാഹ്യ എന്ന് ചെയ്യരുത് ആ ശ്ലോകം കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് ആൾക്കാരെ നേരെ നോക്കിയിട്ട് പറയാൻ പറ്റും നമ്മൾ ഒരു ശ്ലോകം ഇരുന്നിട്ടാണ് ചെയ്യണമെങ്കിലും എന്താണോ ചെയ്യണമെന്നുള്ള ഫുൾ അഭിനയവും നമ്മുടെ മുഖത്തുണ്ടാവണം അപ്പോൾ ആ ഒരു വിനിയോഗം പറയുമ്പോൾ ആ വിനിയോഗത്തിൽ ആ കാണിക്കുന്ന ഓരോ മീനിങ്ങും നമ്മുടെ ഫേസിലുണ്ടാവണം അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ആ ഫേസിലും വന്നാലേ ആൾക്കാരിലേക്ക് എത്തുള്ളൂ നമ്മൾ ആദ്യം ഈ ശ്ലോകം കാണാതെ പഠിക്കണം പഠിച്ചിട്ട് നമുക്കത് കൈകൊണ്ട് കാണിക്കുമ്പോൾ ചിരിക്കേണ്ടടുത്ത് ചിരിക്കാനും ദേഷ്യം കാണിക്കേണ്ടടുത്ത് ദേഷ്യം കാണിക്കാനും ഓരോ ശരിക്കും അതൊരു ആശയവിനിമയമാണ് ശരിക്കും നമ്മൾ ഈ ഡാൻസിൻ്റെ മീനിങ് പഠിച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് അടുത്തിരുന്ന് സംസാരിക്കാം വേറൊരു നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ വായോണ്ട് പറയാതെ കൈകൊണ്ട് കാണിച്ച് തന്നെ പറയാം അത്രയും വലിയൊരു മീനിങ് ഉള്ളൊരു കാര്യമാണ് ഈ വിനിയോഗങ്ങൾ മൊത്തം അതങ്ങനെ ചെയ്യാം നമുക്ക് ശരി വാം ഡൗൺ ചെയ്തിരുന്നു